അപകടം നടന്നിട്ട് 15 മണിക്കൂർ പിന്നിട്ടു. എന്നിട്ട് ഇപ്പോഴും അവിടെയുള്ള കുടുങ്ങിക്കിടക്കുന്ന 6 പേരെ കൂടി പുറത്തേക്ക് എത്തിക്കാനായിട്ട് രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നില്ല. നമ്മളിന്ന് രാവിലെ മുതൽ അവിടെ എത്തുകയും അവിടുത്തെ നടപടികളെല്ലാം തന്നെ നിരീക്ഷിച്ചു വരികയാണ്. അത്തരത്തിലൊരു സംഭവം കേരളത്തിലായിരുന്നു സംഭവിക്കുന്നതെങ്കിൽ എത്ര വേഗത്തിലായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ള രക്ഷാപ്രവർത്തനമെല്ലാം തന്നെ നടക്കുക? മാത്രമല്ല എത്രയും കാര്യക്ഷമമായിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ഒന്ന് താരതമ്യം ചെയ്യാനായിട്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു പോകും. അത് കൃത്യമായി മനസ്സിലാക്കും. കേരളത്തിൽ എത്രത്തോളം വേഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകുമെന്നതും ഇവിടെ എത്രത്തോളം ഡൽഹിയിൽ എത്രത്തോളം അലസമായിട്ടാണ് തികച്ചും അലംഭാവം എന്നുള്ള തരത്തിൽ തന്നെ പറയാം. അങ്ങനെ മന്ദഗതിയിലാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധി ആളുകൾ തൻ്റെ ഉറ്റവരെ കാണാനില്ല, സുഹൃത്തുക്കളെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഇടയ്ക്കൊന്ന് വേഗത കൂട്ടുക എന്നുള്ള കാര്യമാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ 15 മണിക്കൂർ പിന്നിട്ടു എന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം, പ്രത്യേകിച്ചും ആ 5 നില കെട്ടിടം അത് പൂർണ്ണമായിട്ടും എപ്പോൾ അവശിഷ്ടങ്ങൾ മാറ്റി കഴിയാൻ സാധിക്കും, അതിനുവേണ്ടിയുള്ള ക്രെയിനോ സാമഗ്രികളോ ഡൽഹിയാണ്, എന്നിട്ട് പോലും കൃത്യമായി എത്തിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തൊട്ട് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ, പ്രത്യേകിച്ചും ഈ കെട്ടിടത്തെ സംബന്ധിച്ച് തന്നെ ആദ്യം പറയുന്നു 3 നില കെട്ടിടമാണ് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ കണക്കുകൾ തെറ്റാണ് എന്നുള്ള കാര്യം, അത്തരത്തിൽ ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൂടി വന്നതോടെയാണ് അവിടെ തടിച്ചുകൂടിയ ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രജിത്ത്.